ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടിട്ട് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, അതുപോലെ തന്നെ 2 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ജീരകവും നമ്മുടെ ഏലക്കയും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള മതിയാവും. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 സവാള മതിയാവും കേട്ടോ. കൂടുതൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി അത്രയ്ക്കും കട്ടിയായിട്ട് നമുക്ക് കിട്ടും. നീളത്തിലാണ് നമ്മൾ അരിയുന്നതെങ്കിൽ നമ്മുടെ ഈ സവാളയും നന്നായിട്ടൊന്ന് വെന്ത് കുഴയണമെന്നില്ല. അതിൻ്റെ പേരിൽ ഞാനത് പ്രത്യേകം പറയുന്നത്. ചിലരെങ്കിലും കമൻസിൽ ചോദിക്കുന്നതാണ്, മുട്ടക്കറി വെക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാറില്ല. അപ്പോൾ അതിൽ വരുന്ന ഒരു കാരണം ഇതാണ് കേട്ടോ. ഒന്നുകിൽ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല, അതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെറിയ പീസായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ തിക്കായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് കളറ് മാറണം എന്നുള്ള ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഒരല്പസമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം ഈ ഒരു രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടും. ഇതുപോലെ ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഇതുപോലെ ഈ ഒരു രീതിക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനോടൊപ്പം മസാലകളും ചേർക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി, കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരല്പം കൂടി നമ്മുടെ ഈ സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടും. ഈ ഒരു രീതിക്ക് വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മസാലകളുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമ്മുടെ സവാള ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഇതുപോലെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളിയും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് നമുക്കിത് വഴറ്റേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തന്നെ തക്കാളിയും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നല്ലതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വേണം ചേർക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് ഗ്രേവി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോഴും കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അത് നമ്മൾ കുറച്ച് സമയം അധികം നമ്മൾ വഴറ്റേണ്ടി വരും അങ്ങനെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഒരു അല്പസമയം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് കിട്ടും. അതിപ്പോൾ ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഇച്ചിരി ചൂട് വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് കേട്ടോ. ഒരു 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുട്ട ചേർക്കാവുന്നതാണ്. മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും അതിനുള്ളിലേക്ക് നന്നായിട്ട് തന്നെ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും.
നമ്മുടെ മുട്ടയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പസമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ചും കൂടി ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലകളെല്ലാം മുട്ടയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടക്കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി മുമ്പേ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ മുട്ടക്കറി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.